മലപ്പുറം നിലമ്പൂർ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ. ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ പെരുവമ്പാടത്ത് ഇന്ന് പുലർച്ചെയാണ് കാട്ടാനകൾ എത്തിയത്. പെരുവമ്പാടത്തും ചുങ്കത്തറ മുണ്ടപ്പാടത്തും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞു ചേരുന്നുണ്ട്. ജംഷീർ, നിലമ്പൂർ മേഖലയിൽ കുറേ ദിവസങ്ങളായി കാട്ടാനയുടെ ശല്യമുണ്ട്. ഇതുവരെ ഇവയെ തുരത്താനായിട്ട് വനംവകുപ്പ് നടപടിയൊന്നും എടുത്തിട്ടില്ലേ? ഹരിഗോവിന്ദ്, ഈ മഴ ഭീതിക്കൊപ്പമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ കാട്ടാനകളും രൂക്ഷമായിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാട്ടാനകൾ ഇറങ്ങിയിട്ടും യാതൊരു വിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആക്ഷേപം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ രണ്ടിടങ്ങളിൽ ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ പെരുവമ്പാടത്തും പുലർച്ചെ കാട്ടാനെത്തി അവിടെ കൃഷി നശിപ്പിച്ചു. ജോയി കുട്ടൻ എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത്. കാട്ടാനയുടെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുങ്കത്തറ പാടത്തും ഇന്ന് പുലർച്ചെ കാട്ടാന ഇറങ്ങി. അതും വലിയ തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുണ്ടേപ്പാടത്ത് രാമചന്ദ്രൻ, മുഹമ്മദ് എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. 200ഓളം നേന്ത്രവാഴകളും 100ലേറെ കപ്പകളും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ കർഷകർ പറയുന്നത്. പുലർച്ചെ മുണ്ടേപ്പാടം സ്കൂളിന് സമീപം 3 അംഗ കാട്ടാന കൂട്ടത്തോടെ എത്തിയതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ കാട്ടാനകൾ ജനങ്ങൾക്ക് നേരെ തിരിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രിയിൽ ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി പൊട്ടിയിൽ അമ്പാഴത്തൊടി ശരത് എന്നയാൾ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. അദ്ദേഹം അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിട്ട് കാട്ടാനകൾ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആളുകൾ കാട്ടാനകൾക്ക് മുന്നിൽ അകപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ കാട്ടാനകൾ ഇറങ്ങുന്നതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറം നിലമ്പൂർ മേഖലയിലാണ് വീണ്ടും കാട്ടാനകളുടെ ശല്യം ഉണ്ടായിരിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ പെരുവമ്പാടത്ത് ഇന്ന് പുലർച്ചെയാണ് കാട്ടാനകൾ എത്തിയത്. കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ജംഷീർ കൊടിഞ്ഞിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.